So hi, welcome back. I watched Supergirl. സൂപ്പർമാൻ്റെ വുമൺ വേർഷൻ. കോമിക്സിലൊക്കെ പണ്ട് തൊട്ടേ ഉള്ളൊരു ക്യാരക്ടറാണ്. ബട്ട് നമുക്കൊരു പ്രോപ്പർ ഒരു എന്താ പറയുക ഒരു ഫീമെയിൽ സെൻട്രിക് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ വരുന്നത് ഇപ്പോഴാണ്. ഇതിനു മുമ്പ് ഫ്ലാഷ് എന്ന് പറഞ്ഞ മൂവിയിലൊരു ഒരു സബ് ക്യാരക്ടറായിട്ട് വന്നായിരുന്നു. പഴയ ബോളിവുഡ് മൂവീസിലൊക്കെ ഈ ക്യാരക്ടർ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ അവഞ്ചേഴ്സ് അല്ലെങ്കിൽ മാർവലിൻ്റെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഐ മീൻ ഫീമെയിൽ സെൻട്രിക് മൂവീസ് വന്നിട്ടില്ല എന്നല്ല, പക്ഷേ ഇതേപോലെ സൂപ്പർമാൻ എന്ന ആളുടെ ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ. പക്ഷേ ഐ എം ഗ്ലാഡ് ആക്ച്വലി. കാരണം ഈ സിനിമയിൽ അവരാരും അല്ലെങ്കിൽ എന്താ പറയുക ഹോളിവുഡ് തൽക്കാലത്തേന് ലോകം രക്ഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ മാർവലിൻ്റെ ഒരു നമുക്കിപ്പോൾ 27 മൂവീസും കണ്ടുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൂവീസിലും ഉണ്ടാവും ഒരു ഹീറോ ഒരു ഭൂമിക്ക് ഒരു ത്രട്ട് വരുന്നു, അവർ ലോകത്തെ രക്ഷിക്കാൻ പോകുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. ഇത് മാത്രമേ ഉള്ളായിരുന്നു അവർക്കൊരു കോമൺ തീം എന്ന് പറയും. വളരെ റെയർ ആയിട്ടുള്ള മൂവീസാണ് അല്ലാതെ ഒരു പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ഒക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മലയാളത്തിലാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ മൂവി വന്നപ്പോൾ അല്ലെങ്കിൽ 2 സൂപ്പർ ഹീറോ മൂവീസ് വന്നു, ലോകയും മിന്നലുന്നുള്ളിയും. അതിൽ ഒന്ന് ഒരു നാടിനെ രക്ഷിക്കുക, എന്നതിനപ്പുറത്തേക്ക് സ്വയം ഒരു സൂപ്പർ ഹീറോ ആയിട്ട് അക്നോളജ് ചെയ്യുക എന്നുള്ളൊരു പേഴ്സണൽ കോൺഫ്ലിക്റ്റോടെ ഉണ്ടായിരുന്നു മിന്നൽ മുരളിയിൽ. ലോകയിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവിടെ ആ ലോകയിലെ സൂപ്പർ ഹീറോയുടെ സ്ട്രഗിളാണ് നമ്മൾ കാണുന്നത്. അയാളുമായിട്ടുള്ള പേഴ്സണൽ കോൺഫ്ലിക്റ്റ് ആയിരുന്നു നമ്മൾ കാണുന്നത്. ഈ സൂപ്പർ ഗേളിലാണെങ്കിൽ നമുക്ക് ലോകത്തെ രക്ഷിക്കുന്ന ഒരു സൂപ്പർ ഗേളിനെ കാണാൻ പറ്റിയില്ല എന്നതിൽ ഐ എം വെരി ഹാപ്പി. ഇത് ആക്ച്വലി കോമിക്സിലൊക്കെ സൂപ്പർ ഗേൾ ഒരു ആന്റി ഹീറോ ക്യാരക്ടറാണ്. സൂപ്പർമാനെ പോലെയല്ല. സൂപ്പർമാൻ എന്ന് പറയുന്നത് ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, ഇതിൽ തന്നെ ആൾ പറയുന്നുണ്ട് സൂപ്പർമാൻ എൻ്റെ ബ്രദർ അല്ലെങ്കിൽ എൻ്റെ കസിൻ എല്ലാവരിലും അവരുടെ ഗുഡ് നല്ലത് മാത്രമേ കാണുന്നുള്ളൂ, ഞാൻ അവരുടെ ട്രൂത്ത് കാണുന്നു. ഇതാണ് ശരിക്കും സൂപ്പർ ഗേൾ ക്യാരക്ടർ തന്നെയാണ്. പിന്നെ സൂപ്പർമാനേക്കാളും ഒരു പേഴ്സണൽ ട്രോമയിലൂടെ കടന്നു വന്ന ഒരാളാണ് സൂപ്പർ ഗേൾ. സോ ആളുടെ ക്യാരക്ടർ അങ്ങനെ വരാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു നിരാശ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ ഒരു മെസ്സി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര മെസ്റ്റപ്പായ ഒരു ക്യാരക്ടർ എന്ന രീതിക്കാണ് അത് പ്രസന്റ് ചെയ്തത്. സൂപ്പർ ഗേൾ മൂവിയിൽ അത് ഒരു അവിടെ ഇവിടെയൊക്കെ അഡ്രസ് ചെയ്ത് പോകുന്നുള്ളൂ. മൂവിയുടെ തീം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഒരു കുട്ടി വരുന്നു, ആ കുട്ടിക്ക് റിവെഞ്ച് ചെയ്യണം, കുട്ടീനെ സഹായിക്കാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ സഹായിക്കാൻ റിലക്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സൂപ്പർ ഗേളിനെ ഒടുക്കുക കുട്ടീനെ സഹായിക്കേണ്ടി വരുന്നു. കാരണം സൂപ്പർ ഗേളിന് വേണ്ടപ്പെട്ട ഒരാൾക്ക്, സൂപ്പർ ഗേളിന് മാത്രമല്ല സൂപ്പർമാൻ ഇതിനു മുമ്പ് കണ്ട മൂവീസിലും നമുക്കും വേണ്ടപ്പെട്ട ഒരാളാണ് ഒരു പപ്പി, ക്രിപ്റ്റോ എന്ന് പറഞ്ഞത്. അപ്പോൾ ആൾക്കൊരു ആക്സിഡന്റ് ഉണ്ടാകുന്നു. അപ്പം അതിന് സൂപ്പർ ഗേളിന്റെ ശരിക്കും പറഞ്ഞാൽ സൂപ്പർ ഗേളിന്റെ റിവെഞ്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതില് സൂപ്പർ ഗേൾ അത് ക്രിപ്റ്റോനെ രക്ഷിക്കാനുള്ള ഒരു ജേണി ആണെങ്കിലും അപ്പോൾ ആ കുട്ടിക്കും ജസ്റ്റിസ് വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. ഓവറോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ബോറടിച്ചില്ല. ഒരു 2 മണിക്കൂർ കഷ്ടിയേ ഉള്ളൂ. 1 hour and 45 minutes ആണ് എനിക്ക് തോന്നുന്നു ആശുപത്രി. പിന്നെ നമ്മുടെ അക്വാമാൻ ജേസൺ മോമോയുടെ ഒരു ക്യാരക്ടർ ഉണ്ട്, ലോബോ. നൈസായിരുന്നു ശരിക്കും. ആ ലോബോനെ പോലെ എന്താ പറയുക, ലോബോ ഭയങ്കര റഫായിട്ടുള്ള ക്യാരക്ടറാണ്. ശരിക്കും സൂപ്പർ ഗേളും അതുപോലെ റഫായിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഇതിൽ കുറേ കൂടെ പോളിഷ്ഡ് ആയിട്ട് കുറേ കൂടി ഫാമിലി ഓഡിയൻസിനൊക്കെ അക്സെപ്റ്റബിൾ ആകുന്ന രീതിക്ക് കൊണ്ടുവന്നതായിരിക്കാം. അങ്ങനെ ഒരു സൂപ്പർ ഗേളിനെയാണ് നമുക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആളിങ്ങനെ വെള്ളമടിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഈ കാണുന്ന ഒരു ആന്റി ഹീറോ എലമെന്റ് ഒന്നും സൂപ്പർ ഗേളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ ആക്ഷനും VFX ഒക്കെ അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ് ഒരു അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, ഇപ്പം ഈ സിനിമ ആയാലും കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ, പറ്റുമെങ്കിൽ ഇതൊരു IMAX അല്ലെങ്കിൽ ഒരു 4DX അങ്ങനെ ഒരു ബെറ്റർ തിയേറ്ററിൽ അല്ലെങ്കിൽ ബെറ്റർ എൻഹാൻസ്മെന്റ് ഉള്ള ഒരു തിയേറ്ററിൽ പോകാൻ നോക്കുക. അല്ലാതെ നമുക്കൊരു 150 അല്ലെങ്കിൽ 200 രൂപ ടിക്കറ്റിൽ ഇവർ തരുന്ന ഈ മറ്റേ ഫോഗ് എന്ന് പറഞ്ഞ കണ്ണാടിയും വെച്ച് കണ്ടാൽ അതിലും ഭേദം നമ്മൾ സിനിമ ഫോണിൽ വരുമ്പോൾ കാണുന്നതായിരിക്കും. ഇതിപ്പോൾ സൂപ്പർ ഗേളിന് മാത്രം കാര്യമല്ല, നമ്മളിപ്പോൾ വരുന്ന ഏത് 3D മൂവീസ് ആണെങ്കിലും ഒരു ബെറ്റർ വാച്ച് എനിക്ക് തോന്നുന്നു IMAX അല്ലെങ്കിൽ 4DX തന്നെയായിരിക്കും. എനിക്കറിയില്ല അവിടെയും ഇവർ ഇങ്ങനത്തെ ഈ പാട് വീണതും അങ്ങനത്തെ 3D ഗ്ലാസ് ഒക്കെയാണ് തരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 3D ആണെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുകയാണ് പറയുന്നത്. കാരണം ഇവിടുത്തെ തിയേറ്ററിലൊന്നും എനിക്ക് അങ്ങനെ ഒരു 3D സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു പടമില്ല. എക്സെപ്റ്റ് വൺ, എനിക്ക് ട്രാൻസ്ഫോർമേഴ്സിൻ്റെ റീസെൻ്റ്ലി വന്നൊരു പടം, അത് മാത്രം അടിപൊളിയായിരുന്നു. അത് പക്ക 3D വാച്ചിനുള്ള വർത്തായിരുന്നു. പക്ഷേ അത് മാറ്റി വെച്ചാൽ ഈ സൂപ്പർ ഗേളാണെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ ഇഗ്നോർ ചെയ്ത കളിയായിരുന്നു. കാരണം നമുക്ക് ആഫ്റ്റർ ഓൾ മൂവി എന്ന് കാണുക എന്നാണ്. ഇപ്പോൾ പേഴ്സണലി ഇതൊരു ബിലോ ആവറേജ് മൂവി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഞാൻ ഇപ്പോൾ റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്, മറ്റു റിവ്യൂസ് ഒക്കെ കണ്ടെങ്കിലും
ആർക്കും അങ്ങ് ഒന്ന് ശരിയാണ്, ഇവർ ഈ ഒരു 6 മന്ത് ആയിട്ട് ഹൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു പടം ഇല്ല. ഇവരിപ്പോൾ ഇതൊരു 6 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ആയിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഫസ്റ്റ് ഇതിന്റെ ഒരു ട്രെയിലർ വന്നത് അപ്പം അതിലൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, പഴയൊരു പാട്ടാണ്, കോൾ മീ ബൈ ബ്ലോണ്ടി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. പക്ഷേ അത് കണ്ടപ്പോൾ നമുക്ക് കിട്ടിയ ഒരു കിക്ക് ഉണ്ടായിരുന്നു, അത് സിനിമയിലില്ല. നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് സിനിമയെ കാണാൻ പോകുന്നതെങ്കിൽ നിരാശയായിരിക്കും ഫലം. എന്താണ് ട്രെയിലർ കണ്ടത് അത്രേ ഉള്ളൂ സിനിമയ്ക്കകത്ത്, അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും. സോ സൂപ്പർമാൻ്റെ ഒരു നൈസ് അല്ലാത്ത ഒരു ഏറെക്കുറെ കയോട്ടിക് വേഷം കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായും സൂപ്പർ ഗേൾ കാണുക. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.